എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷയുടെ 3-ാമത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആണ് ഇത്. അഗ്നിപരീക്ഷ എന്ന ടാസ്ക് എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ? ആദ്യമായി കാണുന്നവർക്ക് വേണ്ടിയാണ്. കോമണേഴ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മലയാളം ബിഗ് ബോസിൽ ആദ്യമായിട്ടാണ് ഈ അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞൊരു ടാസ്ക് അവർ കൊണ്ടുവരുന്നത്. ഇതിനകത്ത് പല പല ടാസ്ക് ഉണ്ട്. മറ്റുള്ള ഭാഷകളിലെ ബിഗ് ബോസിലാണെങ്കിൽ ഇത് ഓൾറെഡി ഉണ്ട്. മലയാളത്തിൽ ഇത് ആദ്യമായിട്ടാണ്. ഇതിലെ ജഡ്ജസ് രഞ്ജിനി ഹരിദാസ്, അഖിൽ മാരാര്, റിയാസ് സലീം എന്നിവരാണ്. അപ്പോൾ 1 മണിക്കൂറുള്ള എപ്പിസോഡിന്റെ വളരെ ചെറിയൊരു റിവ്യൂയിലോട്ടാണ് നമ്മൾ പോകുന്നത്. എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ റെനീഷ ജഡ്ജസിന്റെ സീറ്റിലിരുന്നുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് ജഡ്ജസിനെ വെൽക്കം ചെയ്യുന്നു. ജസ്റ്റ് ഫണ്ണായിട്ട് അവർ കുറച്ചു നേരം സംസാരിച്ചു. അത് കഴിഞ്ഞ് ജഡ്ജസ് എല്ലാം അവരുടെ സീറ്റിലോട്ട് പോയിരിക്കുന്നു. അപ്പോൾ റെനീഷ മുഴുവൻ ആളുകളെയും മുഴുവൻ മത്സരാർത്ഥികളെയും വിളിക്കുന്നു. അങ്ങനെ 40 പേര് 2 വശങ്ങളിലായിട്ട് നിൽക്കുകയാണ്. ഒരു ഗ്രൂപ്പിൽ 10 പേര് വെച്ച്. അപ്പോൾ ജഡ്ജസും റെനീഷയും ചേർന്നുകൊണ്ട് ഈ 40 പേരെ 4 ടീമായിട്ട് തിരിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ 4 ടീമുകളായിട്ട് തിരിക്കുമ്പോൾ രഞ്ജിനി ഒരു എളുപ്പ വഴി സജസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ അവർ ഇരിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ ഒരു ടീം ആവട്ടെ. അതായത് ഒരു സൈഡിൽ നിൽക്കുന്ന 10 പേര് ഒരു ടീം. അങ്ങനെ നിൽക്കുന്ന ഇതിൽ വെച്ച് ഡിവൈഡ് ചെയ്ത് 4 ടീമായി. അതിനുശേഷം ഓരോ ടീമിനെയും സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് ഓരോ ടീമും ഓരോ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കണം എന്ന് പറയുന്നു. അപ്പോൾ മത്സരാർത്ഥികൾ ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ സജസ്റ്റ് ചെയ്യുന്ന ആളായിരിക്കും ടീമിന്റെ ക്യാപ്റ്റൻ. അങ്ങനെ ആദ്യം വന്ന ടീം, അതായത് ടീം എയുടെ ക്യാപ്റ്റനായിട്ട് മെജോറിറ്റി തിരഞ്ഞെടുത്തത് ടാഷിയാണ്. ടാഷിയെ നമുക്കറിയാം, ഇന്നലത്തെ എപ്പിസോഡിൽ നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു മത്സരാർത്ഥിയാണ് ടാഷി. വളരെ യങ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ്. അങ്ങനെ ടാഷിയാണ് ടീം എയുടെ ക്യാപ്റ്റൻ. അടുത്തതായി ടീം ബി വരുന്നു. ടീം ബിയിലെ എല്ലാ ആളുകളും കൂടെ ചേർന്നുകൊണ്ട് അവിടെ ഒരു ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്നു. മെജോറിറ്റി സപ്പോർട്ട് കിട്ടിയ പ്രണവിനെയാണ് ടീം ബിയുടെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്തത്. പ്രണവും ടാഷിയെ പോലെ തന്നെ നമ്മുടെ ഇൻഫിനിറ്റ് പെൻഡന്റ് നേടിയ ഒരു മത്സരാർത്ഥിയാണ്. വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് പ്രണവും. അങ്ങനെ പ്രണവ് ടീം ബിയുടെ ക്യാപ്റ്റനുമായി. അത് കഴിഞ്ഞ് ടീം സിയിലെ മത്സരാർത്ഥികൾ വരുന്നു. അവരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് അഭിറാമിനെ തിരഞ്ഞെടുത്തു. അഭിറാം നമ്മുടെ ബോഡി ബിൽഡർ ആയിട്ടുള്ള പയ്യനാണ്. അദ്ദേഹത്തെയാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. അത് കഴിഞ്ഞ് ടീം ഡി വരുന്നു. അവിടെയുള്ള മെജോറിറ്റി ചേർന്നുകൊണ്ട് ലോലിറ്റയെ തിരഞ്ഞെടുത്തു. 18 19 വയസ്സ് മാത്രം പ്രായമുള്ള കൂട്ടത്തിൽ ഏറ്റവും യങ് ആയിട്ടുള്ള മത്സരാർത്ഥികളിൽ ഒരാളാണ് ലോലിറ്റ. അങ്ങനെ ലോലിറ്റയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇൻഫിനിറ്റ് പെൻഡന്റ് നേടിയ ഒരു മത്സരാർത്ഥിയാണ് ലോലിറ്റ. നല്ല രീതിയിലുള്ള ഒരു പ്രകടനമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ കാഴ്ചവെച്ചത്. അങ്ങനെ ഇവർ 4 പേരുമാണ് ടീമുകളുടെ ക്യാപ്റ്റന്മാർ എന്ന് റെനീഷ പറയുന്നു. നിങ്ങൾ 4 പേരും സ്റ്റേജിൽ നിൽക്കണം, ബാക്കിയുള്ളവരെല്ലാവരും പോയിരുന്നോളുക. ഇവർ 4 പേര് നിൽക്കുന്ന സമയത്ത് രഞ്ജിനി പറയുകയാണ്, ഇന്ന് 4 പേര് ഇവിടെ നിന്ന് എവിക്റ്റ് ആവും. അപ്പോൾ അത് ആരൊക്കെയാണെന്ന് ഞങ്ങൾ ഇപ്പോൾ പറയാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും രഞ്ജിനി ഒന്ന് ടെൻഷൻ അടുപ്പിക്കുന്നുണ്ട്. പലപ്പോഴും ബിഗ് ബോസിനകത്ത് ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്കൊക്കെ ഓരോ പണി കിട്ടാറുണ്ട്. പല സീസണുകളിലും ക്യാപ്റ്റനായി എല്ലാവരും ചേർന്ന് തിരഞ്ഞെടുത്ത ആളെ എവിക്റ്റ് ചെയ്ത് വീട്ടിൽ പോലും വിട്ടിട്ടുണ്ട്. അങ്ങനെ പല പല സംഭവങ്ങളും ബിഗ് ബോസിൽ നടക്കാറുണ്ട്. അതുകൊണ്ട് ഈ 4 പേരും ഒന്ന് പേടിച്ചു. കൂടെ നിൽക്കുന്ന എല്ലാവരും കൂടി ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്ത് വിട്ടത് ഇനി പുറത്തേക്കുള്ള വഴിയിലേക്കാണോ എന്നൊരു സംശയം അവർക്കൊക്കെ തോന്നി. പക്ഷെ അതൊരു ഫണ്ണായിരുന്നു എന്ന് രഞ്ജിനി പറഞ്ഞു. നിങ്ങൾ 4 പേരും അല്ല എവിക്റ്റ് ആവുന്നത്, പക്ഷെ ഇന്ന് 4 പേർ ഇവിടെ നിന്ന് പുറത്തു പോകുന്നുണ്ട്. 40 പേർ 36 പേരായി മാറുമെന്ന് അഖിൽ മാരാര് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് രഞ്ജിനി ഇവരോട് വേറൊരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ 4 പേർക്കും ഇമ്മ്യൂണിറ്റി ഉണ്ട്. അതായത് ഇന്ന് ഇവിടെ നിന്ന് നിങ്ങൾ 4 പേരും പുറത്തു പോകത്തില്ല. കാരണം നിങ്ങളെ ക്യാപ്റ്റന്മാരായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ 4 പേര് സേഫ് ആവുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ടാസ്ക് കൊടുക്കാൻ തീരുമാനിച്ചു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. പക്ഷെ ഇത്തരം ടാസ്കുകൾ നമുക്ക് സിമ്പിൾ ആണെങ്കിലും അത് ബ്രില്യൻ്റ് ആയിട്ട് ചെയ്യാനും കഴിയണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ടാസ്ക് ലളിതമാണ്. ഒരു ടൈമർ വെച്ചുകൊണ്ടുള്ള ഒരു കളിയാണ്. ടൈമർ ഒരു ടേബിളിന്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. ഒരു ടീമിനായിരിക്കും ഒരു തവണ മത്സരിക്കാൻ പറ്റുക. ആദ്യത്തെ ടീം വരണം. അവർ വരിവരിയായി പുറകിലേക്ക് നിൽക്കണം. 60 സെക്കൻഡ് ആണ് ഈ ടൈമറിന്റെ സമയം. ഈ 10 പേരും ബട്ടൺ പ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 60 സെക്കൻഡിനുള്ളിൽ അത് നിർത്തുകയും വേണം. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിൽക്കുന്ന ആൾ അവിടെയുള്ള റെഡ് ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ടൈമർ സ്റ്റാർട്ട് ആവും. 1 2 3 4 സെക്കൻഡ് ആകുന്ന സമയത്ത് അയാൾ ഉടനെ തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് പുറകിൽ പോയി നിൽക്കും. അടുത്ത ആൾ വീണ്ടും ബട്ടൺ പ്രസ് ചെയ്യും. അപ്പോൾ
ഇയാൾ എവിടെ സ്റ്റോപ്പ് ചെയ്തോ അതിന്റെ തുടർച്ചയായിട്ട് വീണ്ടും ടൈമർ ഓടിക്കൊണ്ടിരിക്കും. വീണ്ടും അയാൾ അത് സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം പുറകിൽ പോയി നിൽക്കും. അപ്പോൾ അടുത്ത ആൾ വീണ്ടും ടൈമറിലെ ബട്ടണിൽ പ്രസ് ചെയ്യും. ടൈമർ വീണ്ടും ഓടിക്കൊണ്ടിരിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പുറകിൽ പോയി നിൽക്കും. ഇങ്ങനെ ഇവർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. 10 പേരുടെ അവസരം കഴിയുമ്പോൾ ടൈമർ 60 സെക്കൻഡിനുള്ളിൽ നിൽക്കണം. 60 സെക്കൻഡിന് മുകളിൽ പോകാനും പാടില്ല. 60 സെക്കൻഡിനോട് കഴിയുന്നത്ര അടുത്ത് നിൽക്കണം. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡിൽ നിർത്തുക എന്നുള്ളതാണ്. അത് ആർക്കും പോസിബിൾ അല്ല. അറ്റ്ലീസ്റ്റ് 55 സെക്കൻഡ് എങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ബെസ്റ്റ് ആയിട്ട് കണക്കാക്കാം. അങ്ങനെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ടീം സേഫ് ആവും. ഏറ്റവും വേഴ്സ്റ്റ് പെർഫോം ചെയ്യുന്ന ടീമിനായിരിക്കും പണി കിട്ടാൻ പോകുന്നത്. അങ്ങനെ ആദ്യം നമ്മുടെ ടീം എ വന്നു. ടീം എക്ക് 44 സെക്കൻഡാണ് കിട്ടിയത്. 44 സെക്കൻഡ് ആയപ്പോഴേക്കും അവരുടെ ലാസ്റ്റ് പേഴ്സൺ സ്റ്റോപ്പ് ചെയ്തിരുന്നു. അതിനുശേഷം ടീം ബി വരുന്നു. അവർ 45 സെക്കൻഡ് വരെ പോയി. 45 സെക്കൻഡ് ആയപ്പോൾ അവരുടെ ലാസ്റ്റ് പേഴ്സൺ സ്റ്റോപ്പ് ചെയ്തു. അടുത്തതായി ടീം സി വരുന്നു. ടീം സി 33 സെക്കൻഡ് ആയപ്പോഴേക്കും സ്റ്റോപ്പ് ചെയ്തു. അവരുടെ സ്ട്രാറ്റജി തെറ്റിപ്പോയി. ആദ്യം വന്നവർ പെട്ടെന്ന് ഓൺ ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു, വീണ്ടും ഓൺ ചെയ്യുന്നു, വീണ്ടും സ്റ്റോപ്പ് ചെയ്യുന്നു, അങ്ങനെ അങ്ങ് പോയി. ലാസ്റ്റ് വന്ന ആള് കൂടുതൽ സമയം നിൽക്കാമെന്ന് പറഞ്ഞാണ് വന്നത്. പക്ഷേ അദ്ദേഹം പ്രതീക്ഷിച്ച സമയത്തിന് മുമ്പ് തന്നെ സ്റ്റോപ്പ് ചെയ്തതുകൊണ്ട് ആ ടീമിന് 33 സെക്കൻഡ് മാത്രമേ നിൽക്കാൻ കഴിഞ്ഞുള്ളൂ. അങ്ങനെ അവസാനമായിട്ട് വന്നത് ലോലിറ്റയുടെ ടീമാണ്. അതിനകത്താണ് രാകേഷ് ഒക്കെ ഉള്ളത്. ഈ ടാസ്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തത് ആ ടീമാണ്. അവർ 51 സെക്കൻഡാണ് നേടിയത്. ഈ 51 സെക്കൻഡ് നേടിയത് മാത്രമല്ല, ക്യാപ്റ്റനോട് രഞ്ജിനി ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഇത് എക്സ്പെക്ട് ചെയ്യുന്നത് എത്രയാണ്, എത്ര കിട്ടിയിട്ടുണ്ടാവുമെന്ന്. 51 സെക്കൻഡ് എന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞു. അതായത് അവരെന്താണോ പ്ലാൻ ചെയ്തത് അത് 100% അവരവിടെ ഇംപ്ലിമെന്റ് ചെയ്തു. അങ്ങനെ ഈ ടാസ്കിൽ ബെസ്റ്റായി പെർഫോം ചെയ്തത് അവരാണ്. ഈ ടാസ്കിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ചത് ടീം സി ആണ്. ആ ടീം സിയിൽ നിന്നാണ് ശരിക്കും 4 പേർ ബിഗ് ബോസ് നമ്മുടെ ഷോ അഗ്നിപരീക്ഷയിൽ നിന്ന് പുറത്തായി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എവിക്ഷൻ ആണ് ആദ്യം പോകുന്നത്. ആ ടീമിൽ ഉണ്ടായിരുന്ന ബിജു ആണ് ആദ്യം പുറത്തായത്. എന്താ പറയുക, മുട്ടിട്ടതിന് മുമ്പ് തന്നെ കുഴിഞ്ഞുപോയ പുഷ്പം പോലെ നിരാശയോടെ ബിഗ് ബോസിൽ നിന്ന് അദ്ദേഹത്തിന് പടിയിറങ്ങേണ്ടി വന്നു. പുള്ളിക്ക് എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്ക് ബിഗ് ബോസിന്റെ നമ്മുടെ ഒറിജിനൽ ബിഗ് ബോസ് സീസണിലെ ബിഗ് ബോസ് ഹൗസിന്റെ പടി കാണാൻ പറ്റിയില്ല. അഗ്നിപരീക്ഷയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നു. അതുപോലെ തന്നെ ബിഗ് ബോസിൽ നിന്ന് ആരാധ്യയും പുറത്തായി. 18 വയസ്സുകാരിയായ +2 കഴിഞ്ഞ് ബിഗ് ബോസിലേക്ക് എത്തിയ ആരാധ്യയും അഗ്നിപരീക്ഷ കഴിഞ്ഞ് ബിഗ് ബോസിനോട് വിട പറഞ്ഞു. പിന്നെ ബിഗ് ബോസിൽ നിന്ന് ഇന്ന് പുറത്തായ മറ്റൊരാൾ എന്ന് പറയുന്നത് നിതിനാണ്. നിതിൻ അജ്മനും ബിഗ് ബോസിൽ നിന്ന് പുറത്തായി. 4ാമതായിട്ട് റാഷ വളരെ നിരാശയോടെ ബിഗ് ബോസിൽ നിന്ന് പടിയിറങ്ങി. പുള്ളിക്കാരിക്ക് അവിടെ നിൽക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അഗ്നിപരീക്ഷയിൽ തന്നെ പുറത്തുപോയി. അങ്ങനെ 4 പേര് ഇന്ന് ബിഗ് ബോസിനോട് വിട പറഞ്ഞു. ഇതിന് കാരണമായത് ഇന്നത്തെ ഈ ടാസ്കിൽ അവരുടെ പ്രകടനം തന്നെയായിരുന്നു. ആ ടാസ്കിൽ ഏറ്റവും താഴെ പോയത് അവരുടെ ടീമാണ്. അതിൽ നിന്ന് തന്നെയാണ് 4 പേരും ഔട്ടായത്. ഇതാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ പ്രധാനമായിട്ടും നടന്ന സംഭവങ്ങൾ. ഞാൻ മാക്സിമം ഷോർട്ടായിട്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. കഴിയുമെങ്കിൽ ഇനിയും നമുക്ക് ഇച്ചിരി കൂടെ ഷോർട്ടായിട്ട് പറയാം അടുത്ത വീഡിയോ തൊട്ട്. എപ്പിസോഡ് കാണാത്തവര് മസ്റ്റായിട്ട് ഏഷ്യാനെറ്റിൽ രാത്രി ടെലികാസ്റ്റ് ചെയ്യുന്ന എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക. അല്ലാതെ നമുക്കത് ഹോട്ട്സ്റ്റാറിലും അവൈലബിൾ ആണ്. താങ്ക് യു.